അതായത് എന്താണ് വിളിച്ചു പറഞ്ഞത്? തിട്ടമേ ദിക്കുകൾ ഒക്കെയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ. തീർച്ചയായും ദിക്കുകൾ ഒക്കെയിൽ, നാടുകളിലൊക്കെ മുക്കിയ വളരെ പ്രധാനപ്പെട്ട മുഖ്യമായ മക്കമിൽ മിക്കവരെ, മക്കയിൽ ജനിച്ചവരെ, മികച്ചവരെ. മക്കമെന്ന മുഖ്യമായ നാട്ടില് ഏറ്റവും മികച്ചതായ ജനങ്ങളാകുന്ന നാം, അതായത് ഖുറൈശികളെ പറ്റി പറയുകയാണ്. ഖുറൈശികളെ, മികച്ചവരെ. തിങ്കലായുങ്ങൾക്ക് ഇറങ്ങിയ വൻപല സംഗീതം കേളുവീരേ. നിങ്ങൾ വളരെ മുഖ്യരാണ്, വളരെ പ്രശസ്തരാണ്, പ്രഗത്ഭരാണ്, മുഖ്യമാക്കപ്പെട്ട നാട്ടിലുള്ളവരാണ്. എന്നിരുന്നാലും തിങ്കലായുങ്ങൾക്ക് വളരെ ഇടുക്കമായി, നിങ്ങൾക്ക് തിങ്കളായിക്കൊണ്ട്, ഇടുക്കമായിക്കൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങിയ വൻബല, ഏറ്റവും വലിയ ബല സംഗീതം കേളുവിരെ. അതൊന്ന് നിങ്ങൾ കേൾക്കണേ. എന്താണ്? എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, മുട്ടിയുമൈകളെ ഒട്ടകം പൊൻകേളും പട്ടും പറിത്തിടുവാൻ മുന്തി മുഹമ്മദും തൻ തുണയാർകളും ബന്ധിരിക്കുന്നറിവീൻ. മുട്ടി ഉമൈകളെ, അതായത് നിങ്ങളെ കണ്ടുമുട്ടി, അതല്ലെങ്കിൽ അബൂ സുഫിയാന് മുഹമ്മദും സംഘവും കണ്ടുമുട്ടിയിട്ട് ഉമൈകളെ, നിങ്ങളുടെ ഒട്ടകവും പൊൻകളും നിങ്ങളുടെ സ്വർണങ്ങളും, അതായത് ഷാമിൽ നിന്ന് കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ വളരെ ലാഭത്തോടുകൂടി 50,000 ലാഭത്തോടുകൂടി വന്നല്ലോ. ആ വന്ന കൂട്ടത്തിലുണ്ടായിരുന്ന പൊന്നും അതുപോലെ തന്നെ ഒട്ടകവും, നിങ്ങളുടെ പൊൻകളും ഒട്ടകം, പൊൻകളും പട്ടും, നിങ്ങളെ പട്ടുകളൊക്കെ തട്ടിപ്പറിച്ചെടുക്കുവാൻ വേണ്ടി മുന്തി മുഹമ്മദും തൻ തുണയാർകളും ബന്ധിരിക്കുന്നറിവീൻ. മുന്തിയവരായ മുഹമ്മദ് നബിയും സംഘവും എന്ന് നമുക്ക് അർത്ഥമാക്കാം. അതല്ലെങ്കിൽ മുന്തി വന്നിരിക്കുന്നു, ഈ മുന്തി എന്നുള്ളതിനെ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നത് ശരിയാവും. മുന്തി വന്നിരിക്കുന്ന അറിവീൻ, മുഹമ്മദും തൻ തുണയാറുകളും മുന്നിട്ട് വന്നിരിക്കുന്നു എന്നറിയണേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒട്ടുമാതിന്നുങ്ങൾക്ക് കിട്ടി അനുഭവിത്തിടാനിത്യമാം ഓ മഹാലാക്കളെ തമഹാലാക്കുമൈക്കാമെൻ മൊഴി സത്യമാം. ഒട്ടും അതിൽ നിന്ന്, നേരത്തെ പറഞ്ഞ പട്ട്, പൊന്ന്, സ്വർണം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന്, ഒട്ടകം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന്, ഒട്ടും അതിൽ നിന്ന്, അല്പം പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി അനുഭവിത്തിടാ നിത്യമാം. സത്യമായിട്ടും നിശ്ചയമായും തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരൽപ്പം പോലും കിട്ടുകയില്ല. ഓ മഹലാക്കളെ, വിനാശകാരികളെ, താമഹലാക്ക്, പരിപൂർണമായ ഹലാക്ക്, ഉമൈക്കാം, നിങ്ങൾക്ക് എല്ലാവിധ ഹലാക്കുമാണ്. എന്മൊഴി സത്യമാണ്, ഞാനിത് പറയുന്നത് സത്യമാണ് എന്ന് ആര്? ജബൽ അബൂ ഖുബൈസിൽ നിന്ന് വലിയ ശബ്ദത്തോടുകൂടി നേരത്തെ അബൂ സുഫിയാൻ 20 മിസ്കാല് കൊടുത്തുകൊണ്ട് 20 ദിർഹം ശമ്പളം കൊടുത്തുകൊണ്ട് പറഞ്ഞയച്ച ലംലം അൽ ഗിഫാരി അവിടുന്ന് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് സത്യം ഓമഹലാക്കളെ താമഹലാക്ക് പറഞ്ഞു, സത്യമമ്പിളി എത്തിടും എന്ത് നിനത്തിടുകാത്തരമേ. സത്യം നിശ്ചയമായും സത്യമാണ്. അമ്പിളി, അംബിള എന്നൊക്കെ അറബിയിൽ പറയും. ബിള എന്ന് പറഞ്ഞാൽ ചരക്കുകൾ, അപ്പോൾ ആ പ്രോഡക്ട്സ് എത്തിടും നിനത്തിടുകാത്തരമേ, ഒരു തരത്തിലും എത്തിടുമെന്ന് നിങ്ങൾ വിചാരിക്കുക പോലും വേണ്ട, നിനക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതെല്ലാം താഴെ കേൾക്കുന്നുണ്ട് ആര്? അബൂജഹൽ. സൈഹത്ത് ലംലമിൻ മൈകട്ട് ജാഹിലും ഹൈറത്ത് വക്കുളമേ. അബൂജഹൽ ഇതൊക്കെ ശബ്ദത്തോട് കേൾക്കുന്ന സൈഹത്ത് ലംലമിന്റെ അട്ടഹാസം കേട്ട്, ലംലമിന്റെ മൊഴി കേട്ട് ജാഹിലും അബൂജഹലും ഹൈറത്ത് വക്കുളമേ, അദ്ദേഹത്തിന്റെ ശരീരത്തിലാകെ ഹൃദയത്തിൽ മനസ്സിൽ വല്ലാത്ത ഹൈറത്ത്, ഭയം ഉണ്ടായി. ആ അത്തുരയോർകൾ തരിത്തവർ ദാരിന്നകത്തുള്ള പേരടവേ.
ഈ ലംലമിന്റെ സൈഹത്ത് കേട്ടിട്ട് അബൂജഹൽ ഇങ്ങനെ ഹൈറാനത്ത് മക്കളെ മനസ്സിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ബേജാറായി വേവലാതിയിലിരിക്കുന്ന അത്തുറയോർകൾ തരിത്തവർ ദാരിന്നകത്തുള്ള പേരടവേ, ആ നാട്ടുകാരായ മറ്റുള്ള ആളുകളും തരിത്തവർ, ആ ശബ്ദം കേട്ടവർ, ദാരിന്ന് അവരുടെ വീട്ടിൽ നിന്ന് അകത്തുള്ള പേർ, വീട്ടിന്റെ അകത്തുള്ളവർ എല്ലാവരും അങ്കണം തന്നിൽ ഇറങ്ങിയിടുന്നെന്നെ അമ്പിങ്കളെ പത്തിടവേ. അങ്കണം തന്നിൽ ഇറങ്ങി, അങ്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കന്നഡത്തിലും അങ്കണം എന്ന് പറയും, മുറ്റത്ത്, അതായത് മുറ്റം ഉണ്ടല്ലോ, മുറ്റം യാടില് ഇറങ്ങിക്കൊണ്ട് അങ്കണം തന്നിൽ ഇറങ്ങിയിടുന്നു. എന്നിട്ട് അങ്ങനെ എത്തിയിട്ട് ബിൻകളെ പാത്തിയിടവേ, ആ കുന്നിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരും. അത്ഭുത പരതന്ത്രരായിക്കൊണ്ട്, വളരെ വണ്ടർഫുൾ ആയിക്കൊണ്ട്, ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവർ നോക്കുകയാണ്, എന്താണ് ഈ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്കണം തന്നിൽ ഇറങ്ങിയിടുന്നെ അമ്പിങ്കളെ പത്തിടവേ, കത്തിരി വിട്ടവർ എത്തി വിശർത്തിയറത്തിരി പർവ്വതിയിലേ. എങ്ങനെയാണ് അവർ വന്നത്? കത്തിരി വിട്ടവർ എത്തി വിശർത്തി ഇയർ അത്തിരി പാർപ്പതിയിലെ. കത്തിരി വിട്ടവർ എന്നല്ലെങ്കിൽ അകത്ത് തീ കത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ, ചിലപ്പോൾ അടുപ്പിന്റെ അടുത്ത് കിച്ചണില് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയും ആകാം. അതല്ലെങ്കിൽ വർക്കേഴ്സ്, അതല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ ഇങ്ങനെ തീ കത്തിച്ച് വെച്ച് കെടാതെ സൂക്ഷിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ നിലക്കുള്ള ആ തീകൾ പോലും കെട്ട്, ഇവര് ഇതെല്ലാം കേട്ടിട്ട് പുറത്ത് വരുന്ന സമയത്ത് ഇതൊക്കെ ആ കത്തുന്ന തിരി പോലും കെട്ട നിലക്കായിരുന്നു. അവർ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ശബ്ദം കേൾക്കാനായി വന്ന് പുറത്തിറങ്ങി വിയർത്തുകൊണ്ട്, ശരീരവും മറ്റു കാര്യങ്ങളൊക്കെ വിയർത്തുകൊണ്ട് അത്തിരി പാർപ്പതിലെ അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈ സമയത്താണ് അബൂജഹലിന് ആവേശം കൂടുന്നത്. അദ്ദേഹം കണ്ട് ജഹൽ ക്ഷേണം കൊണ്ടിൻ മുകളുകളെ ചെണ്ടിയിടയിൽ ലംലമിലേ. ഇവരെ കണ്ടപ്പോൾ അബൂജഹൽ മുകളിലേക്ക് കയറി. കണ്ട് ജഹല് ഇതൊക്കെ കണ്ട് ക്ഷണം ആ നിമിഷത്തിൽ തന്നെ കുണ്ടിൻ മുകൾ കൊള്ള, ആ കുന്നിന്റെ മുകളിലേക്ക് ചെണ്ടിയുടെ ലംലമിന്റെ അടുത്തേക്ക് ചെന്ന് എത്തിയ അവസ്ഥയാനത്തെയും വിസ്താരം മുത്താറി വിത്തിടലായി. മുഴുവൻ അവസ്ഥയും അന്നത്തെയും വിസ്താരം, വളരെ വിസ്താരമായി ഡീറ്റെയിൽ ആയിക്കൊണ്ട് അറിവ് എത്തിയിടലായ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അബൂ സുഫിയാൻ എവിടെയാണ്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ലംലമ് വേണ്ടതുപോലെ അതിൻ്റെ കളവ് ചേർത്തുകൊണ്ടുള്ള മെസ്സേജും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ ഏർത്തിയ വാർത്ത ഉറ്റോർത്തൂടലേർത്ത് അരിമൂർത്തി എന്നാർത്തിയിടലായി. ഏർത്തിയ വാർത്ത, കേട്ട വാർത്ത ഉറ്റോർത്ത്, അത് ഓർത്തുകൊണ്ട് ഉടൽ വേർത്ത്, ശരീരമാകെ വേർത്തുകൊണ്ട് അരിമൂർത്തി എന്നാർത്തിയിടലായി. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് തന്നെ ആര്? അബൂജഹലും ആർത്തിടലായി. ആർത്തല്ല ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. എന്നിട്ടോ ഇക്കറിയ അഹ്ലു മക്കീകൾ മുതലൊക്കെ മുഹമ്മദ് താൻ. ഇക്കറിയത്ത് അഹ്ലു മക്കികളെ മുതലൊക്കെ മുഹമ്മദ് താൻ. ഈ നാട്ടിന്റെ അഹ്ലുകാരായ മക്കികളെ മുതലൊക്കെ മുഹമ്മദ് ഇന്നതലത്തിനിൽ വന്ന് പറിത്തവനെന്നും അബൂ സുഫിയാൻ. ഇന്നാലിന്റെ സ്ഥലത്ത് വന്നുകൊണ്ട് അവൻ പറിച്ച് എടുത്തിരിക്കുന്നു, നമ്മുടെ മുഴുവൻ സ്വത്തുക്കളും നമ്മുടെ സമ്പത്തൊക്കെ പറിച്ചെടുത്തിരിക്കുന്നു എന്ന് അബൂ സുഫിയാൻ പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം അബൂജഹലും ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വളരെ ശബ്ദത്തോടുകൂടി വിളിച്ചു പറഞ്ഞു. ദുഃഖ ഹൈറാനെന്ന മുക്കാറി വിത്തൊരു പക്കമേ ജീവുളവോർ. എന്നിട്ട് അദ്ദേഹം ആവേശം കൊടുക്കുകയാണ്, അവർക്ക് മോട്ടിവേറ്റ് കൊടുക്കുകയാണ്. മുഹമ്മദിനെതിരെ യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ കൊടുക്കുകയാണ് അവിടെ വെച്ചിട്ട്. ദുഃഖ ഹൈറാനെന്ന മുക്കറിവിത്ത്, ഈ വിഷമകരമായ ഈ വിഷമം, ഈ സങ്കടം, നമ്മുടെ സ്വത്തുക്കളൊക്കെ അവൻ പറിച്ചെടുത്ത് എന്നറിഞ്ഞിട്ട് ഒരു പക്കമ ജീവുള്ളവർ, ഒരല്പമെങ്കിലും ജീവനുണ്ട് എങ്കിൽ ശരണമീനൊപ്പേരം മരണം ബാബിപ്പേതും കരണം എന്തോർത്തിടുവീൻ. മറ്റേ പ്രാസോപ്പിക്കാണ് നമ്മൾ മഹാനായ മൊയ്ൻകുട്ടി വൈദ്യര്. ശരണമീനൊപ്പരം, നമ്മുടെ സ്വർണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, അതിനൊപ്പരം മരണം ഭവിപ്പതും, നമുക്ക് മരിക്കലാണ് കരണം, കരണീയം, അഭികാമ്യം, ബെറ്റർ. നമ്മളെല്ലാം നശിച്ചതിന് ശേഷം നമ്മൾ ജീവിച്ചിട്ട് എന്താണ് കാര്യം? നമുക്ക് മരിക്കലാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ അവനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാന്നുള്ള ആ ഇതാണ് മെസ്സേജാണ് അവിടെ നിന്നും കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്,
ഒക്കുമേ വാലിതും മക്കളും നാരി പൂജിക്കേണ്ടും മൽകളല്ലോ. ഇതൊക്കെയും നമ്മുടെ മാതാപിതാക്കളും വാലിതും മക്കളും നമ്മുടെ നാരി ഭാര്യമാരും ഒക്കെ ഭുജിക്കേണ്ട സ്വത്തല്ലേ അദ്ദേഹം പറിച്ചെടുത്തത്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് നിന്നിട്ട് എന്താണ് കാര്യം? എന്നിട്ട് ഊനപ്പാടായതും നാനക്കേടായി വന്ന് മാനക്കേടായല്ലോ. നമ്മൾ വലിയ കുറേശികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ നമുക്ക് ന്യൂനതകളുണ്ടായി, നാണക്കേടായി, മാനക്കേടായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂടിയ ആളുകളെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അക്കൂറ വേഷി ഇക്കുറി ജീവോടെ നിൽക്കുവതെന്തിനോം, അക്കൂറ വേഷി ഇക്കുറി ജീവോടെ നിൽക്കുവതെന്തിനോം. ഈ കുറവൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ജീവോടെ എന്തിനാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടാം എന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അറ്റം ഉറച്ചൊരു ചുറ്റും അമ്മാലെ നീ കിട്ടുക അയ്യുഹന്നാസ്. അവസാനം ഉറപ്പാണ്, ഉറച്ചൊരു അല്പം പോലും ആ മുതൽ നമുക്കിനി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് അവനോട് നമുക്ക് യുദ്ധത്തിന് പുറപ്പെടാം എന്ന മെസ്സേജാണ് അബൂജഹലും അതിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് മഹാകവി ഈശലിൽ പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? എന്നിട്ട് മഹാകവി തുടർന്ന് പറയും, നാസോർകളിൽ മഹാകുട്ടിനാൽ അബൂജഹൽ നാദ ഇപ്പോൾ ഊരത്തതിന ദേശത്തുള്ളോർ ഖുറൈശി മൂപ്പർ സകലരും ചെവിത്ത് ഹൈറാൻ തരിത്ത് നിപ്പാർ. എന്താണ് പറയുന്നതെന്ന് നമുക്ക് അടുത്ത നോക്കാം. അസ്സലാമു അലൈക്കും.